വരും ദിവസങ്ങളിൽ കരുവന്നൂർ കേസിലും ഒപ്പം തന്നെ ഈ കരിമണൽ കേസിലുമൊക്കെ കൂടുതൽ അറസ്റ്റിനും ചോദ്യം ചെയ്യലിനും സാധ്യത തെളിഞ്ഞു വരുന്നതായിട്ടാണ് പുറത്തുവരുന്ന വിവരം. എക്സാലോജി കമ്പനിയുടെ പേരിൽ രജിസ്റ്റർ ചെയ്ത കേസിന്റെ അന്വേഷണം ദ്രുതഗതിയിൽ മുൻപോട്ട് പോകുന്നു. ചോദ്യാവലികൾ തയ്യാറാക്കിയതായിട്ടാണ് പുറത്തു വരുന്ന വിവരം. വീണ വിജയൻ പ്രതിപ്പട്ടികയിൽ ഉൾപ്പെടാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അങ്ങനെ പ്രതിപ്പട്ടികയിൽ ഉൾപ്പെട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായും ചോദ്യം ചെയ്യലിനും തുടർന്ന് അറസ്റ്റിനും സാധ്യതകളുണ്ട്. KMRL MD ഉൾപ്പെടെയുള്ളവരെ ചോദ്യം ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഇതിൽ 4 പേർ 1 മുതൽ 4 പേർ ഈ KMRL കമ്പനിയിൽ ഉള്ളവരാണ്. ബാക്കി 2 പേർ എന്ന് പറഞ്ഞ എക്സാലോജിക്കിൻ്റെ കമ്പനിയുമായി ബന്ധപ്പെട്ടവരാണ്. അങ്ങനെയെങ്കിൽ വീണ വിജയൻ 6ാമത്തെ പ്രതിയായി മാറാനുള്ള ഒരു സാഹചര്യവും ചില സൂചനകളും അത്തരത്തിലേക്ക് വരുന്നു. മാനേജിംഗ് ഡയറക്ടർ 2ാം പ്രതിയാണ് ഈ KMRL. മറ്റ് 3 പ്രതികൾ, അതായത് 1 മുതൽ 4 വരെയുള്ള പ്രതികൾ KMRL കമ്പനിയുടെ ആളുകൾ തന്നെയാണ്. അവരിൽ അറസ്റ്റിലേക്കുള്ള സാധ്യതകളിലൊക്കെ തന്നെയാണ് അത് പോകുന്നത്. ബാക്കിയുള്ള 2 പ്രതികൾ, പ്രത്യേകിച്ച് വീണ വിജയന് നോട്ടീസ് നൽകി വിളിച്ചു വരുത്തുകയും ചെയ്യും. ഒരുപക്ഷെ അറസ്റ്റിനുള്ള സാധ്യതകളും തള്ളിക്കളയാൻ കഴിയുകയില്ല. കാരണം ഇപ്പോൾ നടന്ന ഈ മാസപ്പടി വിവാദം മാസപ്പടി അല്ല, അത് കള്ളപ്പണ ഇടപാടാണ് എന്ന രീതിയിലാണ് ഇപ്പോൾ അന്വേഷണം മുൻപോട്ട് പോകുന്നത്. PC ജോർജിൻ്റെ മകൻ ഷോൺ ജോർജ് അടക്കം പരാതി നൽകിയിരിക്കുന്നു. ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഈ കേസിൻ്റെ അന്വേഷണം മുൻപോട്ട് പോകുന്നത്. 1,72,00,000 രൂപ ആണ് ഇത്തരത്തിൽ ഈ എക്സാലോജി കമ്പനി ഇല്ലാത്ത സേവനത്തിൻ്റെ പേരിൽ കൈപ്പറ്റിയിരിക്കുന്നത്. ഏതായാലും ചോദ്യാവലി തയ്യാറായിരിക്കുന്നു. ഇനി എന്തും ഏതു നിമിഷവും സംഭവിക്കാം. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.